ചിങ്ങമാസം ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും എത്തുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ ഒരു സഫലമാകുന്ന സമയമാണ് ചിങ്ങമാസം. സാമ്പത്തികമായി ഒരുപാട് നേട്ടങ്ങൾ ഈ നക്ഷത്ര ജാതകർ കൈവരിക്കും. ഇവരുടെ സകല വിഘ്നങ്ങളും അകന്ന് കിട്ടും. സകല വിഘ്നങ്ങളും അകന്ന് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരാൻ പോവുകയാണ്. ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും. അത്രയധികം ഭാഗ്യവും അത്രയധികം ഉയർച്ചയുമാണ് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത്. ചിങ്ങമാസത്തിൽ ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും സമ്പൽ സമൃദ്ധിയും നേടുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. ഇവരുടെ ഭാഗ്യ നമ്പർ അറിയാം. ഒത്തിരി സമൃദ്ധിയും ഒത്തിരി സന്തോഷവുമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത്. തൊട്ടതൊക്കെ പൊന്നാക്കുന്ന, ജീവിത വിജയം നേടാൻ കഴിയുന്ന, സർവ സൗഭാഗ്യത്തോടു കൂടിയും ജീവിക്കാൻ കഴിയുന്ന ആ ഭാഗ്യത്തിന് മേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്ര ജാതകരെ അറിയുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, പൂജകൾ ചെയ്യും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ മേഖലയിലും വിജയം കരസ്ഥമാക്കാൻ കഴിയുന്ന, ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. നമുക്കറിയാം, ഓണം ബമ്പറൊക്കെ നറുക്കെടുപ്പിൻ്റെ സമയമാണ്. നിശ്ചയമായും ഈ നക്ഷത്ര ജാതകർക്ക് ഒരു ഭാഗ്യമുണ്ട്. ഇവരുടെ സങ്കടങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരുന്ന സമയം, സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരുന്ന സമയം. അപ്പോൾ പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് നല്ലൊരു ഭാഗ്യമാണ്, നല്ലൊരു നേട്ടത്തിൻ്റെ സമയമാണ്, സർവൈശ്വര്യമാണ്. ഇവർ പോകേണ്ട ക്ഷേത്രം ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുക. ഭദ്രകാളിക്ക് വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. തീർച്ചയായും പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ ഭാഗ്യം, വലിയൊരു നേട്ടം ഇവരെ കാത്തിരിപ്പുണ്ട്. 7, 6 ഭാഗ്യ നമ്പറാണ്. തീർച്ചയായും ഒരു ഭാഗ്യം സിദ്ധിക്കും. കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും അവസാനിക്കുക തന്നെ ചെയ്യും. പൂരുരുട്ടാതി രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഉറപ്പായും രക്ഷപ്പെട്ടിരിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്കാണ്, അത്രയധികം നേട്ടത്തിലേക്കാണ് പൂരുരുട്ടാതി നക്ഷത്ര ജാതകർ എത്തുന്നത്. സൗഭാഗ്യ സമ്പന്നതയിലെത്തിച്ചേരും. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ അവസാനിക്കും, രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഒന്ന് കുറിച്ച് വച്ചേക്കുക. 7, 6 ഇത് ഭാഗ്യ നമ്പറാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ്. ചതയ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നൊരു സമയം, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് ഭാഗ്യത്തിനു മേൽ ഭാഗ്യം വന്നു ചേരുന്ന, ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന, അതീവ സമ്പൽ സമൃദ്ധിയിൽ കഴിയുവാൻ യോഗം വന്നു ചേരുന്നു ചതയ നക്ഷത്ര ജാതകർക്ക്. ഇവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 3, 5 ഭാഗ്യ നമ്പറാണ്. പോകേണ്ട ക്ഷേത്രം ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമമൊക്കെ നടത്തുക. കറുകമാലയൊക്കെ സമർപ്പിക്കുക. മോദക വഴിപാട് ഗണപതിക്ക്, ഇതൊക്കെ നടത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായും വലിയൊരു ഭാഗ്യം, വലിയൊരു നേട്ടം ഇവരെ കാത്തിരിപ്പുണ്ട്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. തിരുവോണ നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 2, 7 ഭാഗ്യ നമ്പറാണ്. പോകേണ്ട ക്ഷേത്രം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ്. അവിടെ പാലഭിഷേകം നടത്തുക. തീർച്ചയായും വരുന്ന നാളുകൾ വളരെയേറെ നേട്ടത്തിൻ്റേതായിരിക്കും, വളരെയേറെ സൗഭാഗ്യത്തിൻ്റേതായിരിക്കും. ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഉറപ്പായും രക്ഷപ്പെട്ടിരിക്കും. അടുത്ത നക്ഷത്രം പൂരാടമാണ്. 5, 9 ഭാഗ്യ നമ്പറാണ്. പോകേണ്ട ക്ഷേത്രം മുത്തുമാരിയമ്മൻ കോവിലാണ്. അവിടെ പോവുക, പ്രാർത്ഥന നടത്തുക.
തീർച്ചയായും വരാനിരിക്കുന്ന സമയം സൗഭാഗ്യസമ്പന്നതയുടെയാണ്. ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലും പോകുന്നത് വളരെയേറെ നന്നായിരിക്കും. പത്മനാഭസ്വാമി ക്ഷേത്രം, ശ്രീരംഗനാഥൻ, തൃച്ചിയിൽ, ശ്രീരംഗത്ത് അവിടെയൊക്കെ പോകുന്നത് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമൊക്കെ ഇവരെ കൊണ്ടെത്തിക്കും. ഇവരുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി പോരാട്ടത്തിന് രക്ഷപ്പെടാൻ കഴിയും. 5, 9 ഭാഗ്യ നമ്പറാണ്, എഴുതി വെച്ചോളുക. 5, 9 ഭാഗ്യ നമ്പറാണ്. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും ഭാഗ്യം വന്നു ചേരുന്ന വിശാഖ നക്ഷത്രമാണ്. ഇവരെ സംബന്ധിച്ച് ദുഃഖ ദുരിതങ്ങൾ തന്നെയായിരുന്നു. ഒരു സമാധാനമില്ലായ്മ, എവിടെ പോയാലും അലച്ചിലാണ്. എല്ലാം ശരിയാകും, പക്ഷേ എന്തുകൊണ്ടോ അതൊന്നും നടക്കാത്തൊരവസ്ഥ. എന്നാൽ വിശാഖ നക്ഷത്ര ജാതകർക്ക് ഒരു ഭാഗ്യ സമയം തെളിയുകയാണ്. ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. 7, 9 ഭാഗ്യ നമ്പറാണ്. തിങ്കളാഴ്ച ഭാഗ്യ ദിനമാണ്. ഭാഗ്യം ഒരുപാട് നിങ്ങളിൽ വന്നു ചേരും. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. ഉറപ്പായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അടുത്ത നക്ഷത്രം മകമാണ്. മകൻ നക്ഷത്ര ജാതകർ പോകേണ്ടത് ഭദ്രകാളി ക്ഷേത്രത്തിലാണ്. തീർച്ചയായും വലിയൊരു ഭാഗ്യം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. സങ്കടങ്ങളൊക്കെ മാറും, രക്ഷപ്പെടുക തന്നെ ചെയ്യും. 3, 1 ഭാഗ്യ നമ്പറാണ്. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 5, 9 ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന സമയം. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ആയില്യത്തിന് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. ആയില്യം രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ അവസാനിക്കും. ആയില്യം രക്ഷപ്പെടുന്നു, ഭാഗ്യത്തിലേക്ക് കടക്കുന്നു. ഭാഗ്യ നമ്പർ 5, 9. പോകേണ്ടത് നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. ഭാഗ്യ നമ്പർ 1, 7. തീർച്ചയായും വരുന്ന കാലം ഇവരെ സംബന്ധിച്ച് വളരെയേറെ നേട്ടത്തിൻ്റേതാണ്, വളരെയേറെ സൗഭാഗ്യത്തിൻ്റേതാണ്. ലക്ഷ്മി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. ലക്ഷ്മി കുബേര വിളക്കൊക്കെ വീട്ടിൽ വാങ്ങി വെച്ച് കത്തിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യമാണ്, നേട്ടമാണ്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ നാളുകൾ തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ ഇനി ഇവർക്ക് കഴിയും. കാർത്തികയുടെ ഭാഗ്യ നമ്പർ 1, 3, 7. കടബാധ്യതകളൊക്കെ മാറിക്കിട്ടും. ഞാനീ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് പൂരുരുട്ടാതിയാണെങ്കിലും ചതയമാണെങ്കിലും തിരുവോണമാണെങ്കിലും പൂരാടമാണെങ്കിലും വിശാഖമാണെങ്കിലും മകമാണെങ്കിലും ആയില്യമാണെങ്കിലും തിരുവാതിരയാണെങ്കിലും കാർത്തികയാണെങ്കിലും ഇവരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് സാമ്പത്തിക ഉന്നതി, ഒരുപാട് തലങ്ങളിൽ വിജയിക്കാനുള്ളൊരു വലിയ ഭാഗ്യം ഒക്കെ വന്നു ചേരും. അതുപോലെ വിദേശ യോഗമുണ്ട്. ഒരു ജോലിയൊക്കെ ഇപ്പം കിട്ടാനുള്ള സമയമാണ്. സർവൈശ്വര്യം വന്നു ചേരുന്ന സമയം. പക്ഷേ ഇവർ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യങ്ങളുണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയരുത്. നമ്മളെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ലാത്തവരായിരിക്കും ഒട്ടനവധിയും. അതുകൊണ്ട് നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കരുത്. വരാഹി ദേവിയെ പ്രാർത്ഥിക്കുക. വരാഹി ദേവിയുടെ ഫോട്ടോ വയ്ക്കുക വീട്ടിൽ. ആമമോതിരം കയ്യിലണിയുക, പ്രാർത്ഥിക്കുക. അതിരാവിലെ ലക്ഷ്മി മന്ത്രം കേൾക്കുക. ഇതൊക്കെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമൊക്കെ നിങ്ങളെ കൊണ്ടെത്തിക്കും. നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും സൗഭാഗ്യത്തിലേക്കുമൊക്കെ നിങ്ങളെത്തുകയാണ്. നിങ്ങളുടെ നല്ല സമയം ആരംഭിച്ചു കഴിഞ്ഞു. വലിയൊരു സൗഭാഗ്യം നിങ്ങളെ തേടി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാനും നിങ്ങളുടെ ഭാഗ്യ നമ്പർ നിങ്ങളുടെ പേര് വെച്ച് തന്നെ നോക്കിയെടുത്ത് നിങ്ങൾക്കറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്കത് പറഞ്ഞു തരും. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.